അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തേത് ഏർലി മോർണിംഗ് റൂട്ടീൻസ് ആണ്. എന്താ വെച്ചാൽ രാവിലത്തെ നിസ്കാര കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോയിട്ടില്ല, ചായ കുടിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ ചെയ്തു വെക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്ന ആ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് ബെഡ്റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് ഇറങ്ങുള്ളൂ. രാത്രി തന്നെ ഒരു പരിധി വരെ ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി വെക്കും. രാത്രിയാകുമ്പോൾ കുട്ടികൾ ബുക്സ് വാരി വെച്ചിട്ടുണ്ടാവും, എന്തൊക്കെ സാധനങ്ങൾ പുറത്തുണ്ടാവും എന്നറിയാവോ. പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ പറയേ വേണ്ട, ഒരുപാട് കാര്യങ്ങൾ അവർ വാരി വെച്ച് അവിടെ ഇവിടെ ഉണ്ടാവും. അതൊക്കെ രാത്രി ഒന്ന് എടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുന്നതെങ്കിൽ രാവിലെ ഒരു പരിധി വരെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമേ. രാവിലെ പിന്നെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കിടക്കാൻ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ മടക്കി അതത് പൊസിഷനിൽ എടുത്ത് വെച്ചിട്ട് കിച്ചണിൽ ഇറങ്ങിയാൽ നിങ്ങൾക്കറിയാലോ, പെട്ടെന്നൊന്നും തിരിച്ചു കയറാൻ പറ്റില്ല. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ നമ്മളങ്ങ് ലേറ്റ് ആവും. എന്തായാലും 8-9 മണി വരെ നമുക്ക് കിച്ചണിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ കുറേ സമയം അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഈ വാരി വലിച്ചിട്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഉണ്ടാവും. അതിലും ഭേദം ഇതൊന്ന് മടക്കി പെറുക്കി വെച്ചിട്ട് നമ്മളങ്ങ് കിച്ചണിലേക്ക് പോയാൽ നമ്മളെ വീട് നല്ല നീറ്റായിരിക്കും കേട്ടോ. രാവിലെ തന്നെ കാണും, ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. രാവിലെ വീടിങ്ങനെ എല്ലാം അടുക്കി പെറുക്കി വെച്ച് കാണുമ്പോൾ തന്നെ അത് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് വന്നാൽ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ആയിപ്പോവും നമുക്ക് പിന്നെ അത് വിട്ട് പോകാൻ കഴിയില്ല. ഞാനിപ്പം എൻ്റെ മൂത്ത മകളുണ്ട്, അവൾ ഈ ഒരു സെക്ഷനെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അവൾ ഇല്ലാത്തപ്പോൾ ഞാനിതൊക്കെ ചെയ്തിട്ടേ കിച്ചണിലേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ ഒരു ടെൻഷനാണ്, പെട്ടെന്ന് ആരെങ്കിലും വരുമോ. അത്ര രാവിലെ ആരും വരില്ല, എന്നാലും നമുക്ക് ആരും വരുമോ എങ്ങനെയാണ് എനിക്കൊരു മനസ്സിനൊരു ടെൻഷനാണ്. കിച്ചണിൽ വർക്ക് ചെയ്തോ, അയ്യോ അതങ്ങ് മടക്കി വെച്ചിട്ടില്ലല്ലോ, അവിടെ വലിച്ചിട്ടിട്ടാണല്ലോ ഉള്ളത്. അങ്ങനത്തെ ആൾക്കാരുണ്ട് നിങ്ങളല്ലോ, മനസ്സിലൊരു ഇങ്ങനെ ഒരു ടെൻഷൻ വരുന്നത്. കിച്ചണിലാണെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഫിഷ് കറി ആണെങ്കിൽ ചിക്കൻ കറിയൊക്കെ ആക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ലല്ലോ എന്തായാലും. അങ്ങനെ രാവിലെ തന്നെ കേട്ടനെല്ലാം പൊന്തിച്ച് ജനലെല്ലാം തുറന്ന് ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് പിന്നെ കിച്ചണിൽ ഇറങ്ങിയാൽ എനിക്ക് ഇപ്പോഴത്തെ വീടിൻ്റെ എല്ലാവർക്കും ഒരു പ്രത്യേകത അറിയാം, സീലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും ആ ഒരു സ്മെല്ല് വീട് മൊത്തം ഇങ്ങനെ തങ്ങിക്കിടക്കാന്ന് പറയും അല്ലേ, അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പുതിയ വീട്ടിൻ്റെ ഒരു അവസ്ഥ, പണ്ടത്തെ വീടുകളൊന്നും അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് എയർ ഹോൾസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് സ്മെല്ല് കാര്യങ്ങൾ അധികം വീട്ടിന് ഉള്ളിലേക്ക് വരില്ല. പ്രത്യേകിച്ച് എൻ്റെ കിച്ചണ് ഫ്രണ്ടിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കിയാൽ സ്മെല്ല് വേഗം അകത്തേക്ക് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വിൻഡോസ് എല്ലാം അങ്ങ് തുറന്നിട്ട്, കാരണം എനിക്ക് കിച്ചണിൽ ഇറങ്ങി ഞാൻ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാനെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നല്ലുള്ളത് ദിവസങ്ങൾ. ഇന്നെൻ്റെ മോള് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉമ്മ ഒരു കറി തരണം ലഞ്ചിന് എന്നുള്ളത്. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കുകയും വേണം. എനിക്കാണെങ്കിൽ പെട്ടെന്നൊരു സ്ഥലം വരെ പോകാനും ഉണ്ട്. അപ്പോൾ മക്കളൊപ്പം തന്നെ ഇറങ്ങേണ്ടി വരും. അപ്പം എന്തായാലും എല്ലാം ഒന്ന് നീറ്റാക്കി എടുത്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ പോകുന്നില്ലെങ്കിലും ഞാൻ ഈ ഒരു ബെഡ്റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടേ കിച്ചണിലേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ എല്ലാം ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രി ഒരു പരിധി വരെ ഒരുക്കി വെച്ചത് കൊണ്ടാണ് കേട്ടോ വേഗം ഒരു 5-10 മിനിറ്റുള്ളിൽ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും മക്കൾ പോയതിന് ശേഷമാണ് റൂമൊക്കെ അടിച്ച് വാരൽ, മടക്കി വെക്കൽ മാത്രമേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇന്ന് ഞാൻ അടിച്ച് വാരുന്നുണ്ട് വേഗം തന്നെ, ചായ കുടിക്കുന്നതിന് മുമ്പേ തന്നെ അടിച്ച് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മോളൊക്കെ തന്നെ എനിക്ക് പോകേണ്ടതുണ്ട് പുറത്തേക്കുന്ന്. അങ്ങനത്തെ ദിവസം നമുക്ക് ഉണ്ടാവില്ല, മക്കളൊപ്പം തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങാനുണ്ടെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമായിട്ടോ പറയുന്നത്. വീട്ടിൽ 2-3 ആൾക്കാരുണ്ട്, കിച്ചണിൽ ഒരാൾ, പിന്നെ ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ ഒരാൾ, അങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് പ്രശ്നമില്ല കേട്ടോ. ഞാനീ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇപ്പം അധികവും സിംഗിൾ ഫാമിലി ആണല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് ഞാൻ വേഗം ഈ ഒരു സംഭവം നല്ലതാട്ടോ. നമുക്ക് ഈ പൊടിമുട്ടുന്നത് ഡെയിലി അങ്ങ് പൊടിമുട്ടി കളഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. ഞാൻ എപ്പോഴും അടിച്ചു വരുന്നതിന് മുന്നേ ആയിട്ട് ടേബിള് എന്തൊക്കെ ഉണ്ടോ, ടി വിൻ്റെ ആ ഒരു സ്റ്റാൻഡ് കാര്യങ്ങൾ ഒക്കെ എന്തായാലും പൊടി ഉണ്ടാവും. ഡെയിലി മുട്ടിയാലും ഞാൻ വിചാരിക്കും ഇത് എവിടുന്നാണ് വരുന്നത്, പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഫുള്ള് പൊടിയായിരിക്കും. വിൻഡോസ് തുറന്നിടുന്നതുകൊണ്ടോ എന്തോന്ന് അറിയില്ല, വിൻഡോസ് തുറന്നിട്ടിക്കില്ല എനിക്കൊരു സുഖം കിട്ടൂല. കാരണം നമ്മളൊരു എയറൊക്കെ നല്ലതായിട്ട് ഉള്ളിലേക്ക് വരണമല്ലോ. അപ്പോൾ വിൻഡോസ് തുറന്നിടുന്നത് എപ്പോഴും നല്ലത് തന്നെ. ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം ഞങ്ങളൊന്നും വിൻഡോസ് തുറക്കാറില്ല, പേടി എന്തെങ്കിലുമൊക്കെ കയറും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കങ്ങനത്തെ പേടിയില്ല. എന്നാലും അധികം താഴത്തുള്ള വിൻഡോസ് ആണെങ്കിൽ തുറക്കാതിരിക്കുന്നത് നല്ലത്. എന്നാലും ഒരു പരിധി വരെ തുറന്നിട്ടില്ലെങ്കിൽ ഭയങ്കര വീട്ടിനുള്ളൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്ക് വിൻഡോസ് തുറക്കുന്നതാണ് കുറച്ചുകൂടി ബെസ്റ്റായിട്ട് തോന്നിയത്. കുറേ ആൾക്കാർക്ക് കുറേ അഭിപ്രായങ്ങളായിരിക്കാം. ഞാൻ ഇന്നാളത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഡോസ് അങ്ങനെ തുറന്നിരുന്ന വലിയ നല്ല കാര്യങ്ങളൊന്നും അല്ല എന്നല്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് എപ്പോഴും വിൻഡോസൊക്കെ തുറന്നിട്ട് നല്ല ഫ്രഷ് നമ്മുടെ എയർ ഉള്ളിലേക്ക് കിടക്കാന്നുള്ള ഒരാളാണ്. അങ്ങനെ എല്ലാം ഒന്ന് പിന്നെ വൃത്തിയാക്കി രാത്രി വെച്ചോണ്ടാട്ടോ ഇത്ര ഈസി ആയിട്ട് രാവിലെ എനിക്ക് കഴിയുന്നത്. രാത്രിയാകുമ്പോൾ എൻ്റെ മുകളിൽ ടേബിൾ നിറച്ച് ബുക്സ് ആയിരിക്കും. പിന്നെ അനിയത്തിൻ്റെ മക്കൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അവർ കുറേ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ടും പിന്നെ എറൈസർ കൊണ്ട് മായച്ചിട്ടും ഒക്കെ പൊടി ഉണ്ടാവും കേട്ടോ. രാത്രി നമ്മൾ ടേബിളൊക്കെ രാവിലെ കാണുമ്പോൾ നല്ല പൊടിയായിരിക്കും. അപ്പോൾ എല്ലാം തുടച്ചിട്ടിട്ടേ അതിൻ്റെ ശേഷം നമുക്ക് താഴത്ത് ഫ്ലോർ അടിച്ച് വരാൻ തുടങ്ങാൻ പറ്റുള്ളൂ. ആദ്യം മേലെ
ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പൊടി മുട്ടിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ വിചാരിക്കുമോ ഇതിനെല്ലാം ദിവസം എവിടെ നിന്നാണ് സമയം കിട്ടുന്നത്? നമുക്ക് സമയം കിട്ടും. അതങ്ങനെ പ്രത്യേകിച്ച് കുറേ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് സമയം എന്തായാലും ഒരു 5-10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നത് 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് പെട്ടെന്ന് തുടച്ചിട്ടിട്ട് അങ്ങ് പോയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിന്ന് അടിച്ച് വാരുന്നുണ്ട് മക്കൾ പോകുന്നതിൻ്റെ മുമ്പ് നിന്ന്, കാരണം എനിക്ക് പുറത്ത് പോകാനുള്ളതുണ്ട്. അല്ലെങ്കിൽ മക്കൾ പോയിട്ട് അടിച്ച് വരുന്നതായിരിക്കും ബെസ്റ്റ്. എന്തായാലും അവർ പോകുന്നതിൻ്റെ മുന്നേ, എൻ്റെ മോളാണെങ്കിൽ പോകുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ടൈം ടേബിളെല്ലാം നോക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ ഇവിടെ പൊടിയാക്കി വെക്കും. അതുകൊണ്ട് എപ്പോഴും ഞാൻ അവൾ പോയതിൻ്റെ ശേഷം, അവൾ 8:30 പോകും, അതിൻ്റെ ശേഷം ഞാൻ അടിച്ച് വരാൻ നിൽക്കുകയുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും അത് കാത്തു നിന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഒരു 7 o'clock ആകുമ്പോഴത്തേക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്ര ഏർലി മോർണിംഗ്, ആദ്യമാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ഉടനെ ചായ കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെന്താണ്, ഞാൻ ഡയറ്റ് ചെയ്യുന്ന കാര്യം എല്ലാ വീഡിയോസിലും പറയില്ല. അതുകൊണ്ട് തന്നെ ചായ കുടീൻ്റെ ടൈം കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു രാത്രി എന്തായാലും നമ്മൾ ഫാസ്റ്റിംഗ് പീരീഡാണ് രാത്രിയത്തേത്. അപ്പോൾ കുറച്ച് ടൈം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് നല്ലതാണ് കേട്ടോ. ചായ കുടിക്കാൻ കുറച്ച് ലേറ്റാതെ നല്ലതാണ്. അത്രയും ഒരു ഫാസ്റ്റിംഗ് നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. അതുകൊണ്ട് തൈറോയിഡിൻ്റെ ഗുളിക എന്നിട്ടുടനെ തന്നെ കഴിച്ച് അതിന് ശേഷം കുറച്ച് എന്തായാലും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറായിട്ട് നമുക്ക് ചായ കുടിക്കാൻ കഴിയില്ല. ഞാൻ 5:30 തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ ഇനി കിച്ചണിലേക്ക് വന്ന്, അപ്പോൾ ഉൾഭാഗം റൂംസൊക്കെ കറക്റ്റ് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങ് കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം, പ്രത്യേക ഒരു സമാധാനം കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് പാലെടുക്കുന്നുണ്ട്. മോൾക്ക് പാൽ ചായ വേണം, എനിക്ക് കട്ടൻ ചായ വേണം. അപ്പോൾ 2 ചായ ഉണ്ടാക്കണം. ഞാൻ കുറച്ചായി പാൽ ചായ കുടിക്കലില്ല, ഇപ്പോൾ PCODൻ്റെ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇപ്പം ബിസ്ക്കറ്റ് കാര്യങ്ങളിൽ കഴിക്കൽ വളരെ കുറവാണ്. രാവിലെ ആണെങ്കിൽ റസ്ക്കും ചായയൊക്കെ ഞാൻ കുടിക്കൽ, പാൽ ചായയൊക്കെ. പിന്നെ മുട്ട അത്ര രാവിലെ കഴിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇറങ്ങൂല, എന്താണെന്നറിയില്ല, മുട്ടേൻ്റെ ടേസ്റ്റ് അത്ര രാവിലെ. ഈ ഒരു ന്യൂട്രി ചോയ്സ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ഞാൻ വാങ്ങീന്. ഞാൻ വെച്ച് ഭയങ്കര ഹെൽത്ത് വൈസ് നല്ലതാണെന്നൊക്കെ, പക്ഷേ ഭയങ്കര മധുരം. അപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഇത്രയും മധുരം നമുക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ എന്തെങ്കിലും മധുരത്തിൻ്റെ ആഡ് ചെയ്താക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹെൽത്തിന് അത്ര നമ്മൾ ഹെൽത്തിനെന്നല്ല, ഡയറ്റ് ചെയ്യുന്ന ആൾക്ക് അത്ര മധുരമുള്ള കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൽ 2-3 ആൽമണ്ട്സ് വെച്ചിട്ട് കഴിക്കുകയാണ് ചെയ്തത്, ഒരു കട്ടൻ ചായ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളിൽ നിന്ന് പറഞ്ഞിരിക്കല്ലോ കുറച്ച് സ്പെഷ്യലായിട്ട് ഒരു കറി വേണം ഓക്കിൽ നിന്ന് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസ് 4 സവാള എടുത്തിട്ട് നൈസായി കട്ട് ചെയ്തിട്ട് ഇതാ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ കാഷ്യൂസ് അധികം കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഉള്ളി കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളി വഴന്ന സമയം കൊണ്ട് വീണ്ടും കാഷ്യൂസ് നല്ലപോലെ ഡ്രൈ ആയി കിട്ടും. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊന്നും നമ്മൾ ചതുക്കിയിട്ടെല്ലാം ഇട്ട് കൊടുക്കുന്ന, ഡയറക്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കാഷ്യൂസും ഒക്കെ അരഞ്ഞ് നല്ലൊരു പേസ്റ്റായി വന്നിട്ട്, അപ്പോൾ പാനിൽ ആ ഒരു പാൻ ഞാൻ എടുത്തത്. അതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ 2 ഏലക്കയും 2 പട്ടയും 2 ഗ്രാമ്പും ഇട്ടിട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇതിൽ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. നമ്മൾ കുറുമ എന്ന് പറഞ്ഞാൽ ഈസി കുറുമ, കുറേ പണിയൊന്നും ഇല്ലാത്തൊരു കുറുമയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മെയിനായിട്ട് ഇതിൽ കുറച്ച് കാഷ്യൂസ് വേണം, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ബുദ്ധിമുട്ടുള്ള കറിയൊന്നുമല്ല. തക്കാളി വേണ്ട, ഒന്നുമില്ല. തക്കാളി വറ്റുന്ന ആ ഒരു സമയം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഈസിയാണ്. ഞാനിത് ഇടയ്ക്കിടെ ഉണ്ടാക്കുന്നൊരു കറിയാണ്, മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുരുമുളക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കറി വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കുഞ്ഞ് ചിക്കനില്ലേ, നമ്മൾ ചില്ലി ചിക്കൻ്റെ പീസുള്ള ചിക്കന് ഇട്ടിട്ട് വേവിക്കുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. അങ്ങനത്തെ ചിക്കനാണ് കുറച്ചുകൂടി നല്ലത് ഈ ഒരു കുറുമക്ക്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, കുഞ്ഞ് ചിക്കൻ എടുക്കുക. അപ്പോൾ മസാല നല്ലപോലെ ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആമിസ് പത്തിരിയാണ്. അപ്പോൾ അത് തലേദിവസം രാത്രി കുഴച്ച് വെച്ചിനെ മാവ് രാവിലെ പിന്നെ പരത്തേണ്ട ആ ഒരു പരിപാടിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയത്ത് സൈഡിൽ നിന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ 7:15 അങ്ങനെ കിച്ചണിൽ ഇറങ്ങിയിട്ട് പത്തിരി പരത്താനും ചിക്കൻ കറി ഉണ്ടാക്കാനും നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം നയിക്കില്ല. പിന്നെ കട്ടി തേങ്ങാപ്പാൽ ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ കുറേ സമയം കിടന്ന് തിളക്കണ്ടേ. അപ്പോൾ ഉപ്പ് നോക്കണം, എരിവ് നോക്കണം. എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. പച്ചമുളകിൻ്റെ എരിവും ആ ഒരു പെപ്പർ പൗഡറിൻ്റെ എരിവും മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രത്യേക ഒരു ഫ്ലേവറുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടം. ഈ ഒരു പത്തിരിക്ക് ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കാലൊക്കെ നല്ല, ഇനി നമ്മുടെ വാട്ടിപ്പത്തിരിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കറി നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഈ ഒരു പത്തിരി ഞാൻ കുറേ പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ ഇന്ന് പിന്നെ വീണ്ടും അത് ഞാൻ ആഡാക്കാതിരുന്നത്.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലൊരു പത്തിരിയാണ്. രാത്രി മാവ് കുഴച്ച് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് തന്നെ വേഗം പരത്തി കഴിഞ്ഞ് അങ്ങനെ മോക്ക് ലഞ്ചിൽ ഇന്ന് സ്പെഷ്യലായിട്ട് ഈ ഒരു പത്തിരിയും കറിയൊക്കെ കൊടുത്തപ്പോൾ ഓൾ ഭയങ്കര ഹാപ്പിയായി. ഓൾ കുറേ ദിവസമായി പറഞ്ഞിട്ട് താമസ് പത്തിരിയും ഈ ഒരു കറിയും വേണമെന്നുള്ളത്. അങ്ങനെ മക്കൾ പോകുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ പിന്നാലെ അവരോട് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാൻ പറയും. അന്ന് പിന്നെ ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴത്തെ ഓരോ അപകടങ്ങളും കേൾക്കും മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം. അങ്ങനെ മോള് പോകുന്നുണ്ട്. ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ടേക്കാം. ഇപ്പം മക്കൾ വലുതായി അതുകൊണ്ട് അവർക്ക് ഹഗ് ചെയ്യാനെല്ലാം ഭയങ്കര മടിയാണ്. എന്നാൽ ഞാൻ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ഒരു ഹഗ്ഗും ഒരു കിസ്സൊക്കെ കൊടുത്തിട്ടാ സ്കൂളിലേക്ക് അയക്കുള്ളൂ. എനിക്ക് ഭയങ്കര മിസ്സിങ് അവർ പോയിട്ട് വരുന്ന ആ ഒരു സമയം വരെ. പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ മക്കളും പോയി വരട്ടില്ലേ, അങ്ങനെയല്ല നമ്മളെ പ്രാർത്ഥന ഉണ്ടാകുക പോകുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഞാൻ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കിച്ചണിലെല്ലാം അവർ പോയതിൻ്റെ ശേഷം പെട്ടെന്ന് പിടിയെന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തിടാം കേട്ടോ. അതാ പിന്നെ അതൊന്നും കാണിക്കാതിരുന്നത്. പിന്നെ ബെഡ്റൂമും പിന്നെ ഹോളും ഒക്കെ നേരത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ അൽഹംദുലില്ലാ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീട് ക്ലീനാക്കി വെച്ചിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങ ഉണക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മയാണ് ഇതിൻ്റെ പണിയൊക്കെ എടുത്തത്. തേങ്ങ നമ്മൾ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ കിട്ടുമല്ലോ, അതുകൊണ്ട് കുറച്ച് തേങ്ങ മുറിച്ചിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഉണ്ട് ഈ ഒരു വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്ന മില്ല് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ടടുത്തില്ല, നമ്മൾ തൊട്ടടുത്ത് ഫ്ലോർ മില്ലേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് അവർ നല്ലപോലെ വെളിച്ചെണ്ണയാക്കി തന്നിട്ടുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണ ഇനിയിപ്പോൾ ഊറാൻ വെക്കണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ കളറ് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2-3 ദിവസം നല്ലപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് അത് ഊറാൻ വെക്കണം. അപ്പോൾ അടിയിലേക്ക് അതിൻ്റെ കച്ചറൊക്കെ പോയി നിന്നിട്ട് നല്ല ക്ലിയർ വെളിച്ചെണ്ണ മേലെ വന്ന് നിൽക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ഉമ്മാൻ്റെ സെക്ഷനാട്ടോ. ഇത് ഞാൻ കൊണ്ടുവന്ന് ആട്ടിക്കൊണ്ട് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇത് ഉമ്മയും ഉപ്പയും കൂടി മുറിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി, എന്നിട്ട് ആദ്യം ഉടച്ച് തേങ്ങ, എന്നിട്ട് ഉണക്കി, എന്നിട്ട് വീണ്ടും മുറിച്ചിട്ട്, എന്നിട്ട് വീണ്ടും ഉണക്കി. അതൊക്കെ കുറേ പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പക്ഷെ ഭയങ്കര ഒരു സ്മെല്ലാട്ടോ. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ല്. പിന്നെ തലയിലൊക്കെ തേക്കാൻ പൊട്ടിച്ച് വെച്ചാൽ നല്ലതാണ്. ഒരു മായം ചേർക്കാണ്ട് ക്ലിയർ വെളിച്ചെണ്ണയല്ലേ കിട്ടുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലത് തന്നെയല്ല. പക്ഷേ ഇവർ പറഞ്ഞു ഇവരുടെ അടുത്ത് മെഷീൻ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുതന്നാൽ ഞങ്ങൾ മുറിച്ചിട്ട് തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം തേങ്ങ ഉടക്കേണ്ട ജോലിയേ ഉള്ളൂ, മുറിച്ചിടൽ ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് മുറിച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ആട്ടണമെന്ന് ഞാനൊന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അത്രയും പിന്നെ ഈ ഒരു വെളിച്ചെണ്ണ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാമത് വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ട്, തേങ്ങയ്ക്ക് വിലയുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത്. ഉമ്മക്ക് ഇങ്ങനത്തെ ജോലിയെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ തേങ്ങാ പിണ്ണാക്കും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കോഴിക്ക് കൊടുക്കാം. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി.